നല്ലൊരു മീൻ അച്ചാർ എങ്ങനെ ഉണ്ടാക്കുന്നത് നമുക്ക് കാണാം എൻ്റെ വേർഷനിൽ. ഞാൻ മഹിമാസിമോൻ. വെൽക്കം ടു മൈമാസ് കുക്കിംഗ് ക്ലാസ്. അപ്പോൾ മീൻ അച്ചാർ ഉണ്ടാക്കാനായിട്ട് ആദ്യത്തെ സ്റ്റെപ്പ് നമുക്ക് മീൻ ഒന്ന് മാരിനേറ്റ് ചെയ്യണം. 1/2 കിലോ ട്യൂണ ഫിഷാണ് ഉപയോഗിക്കുന്നത്, കേര. ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, വളരെ കുറച്ച് കുരുമുളക് പൊടി, 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി, 1 ടീസ്പൂൺ ഉപ്പ്, കാശ്മീരി മുളക് പൊടിയാണ്, ഒരു 1.5 ടീസ്പൂൺ, ഒരു ടീസ്പൂൺ വിനീഗർ, ഒരു ടീസ്പൂൺ വെളുത്തുള്ളി ചതച്ചത്. ഇത്രയും പുരട്ടി മീനെ ഒന്ന് മാരിനേറ്റ് ചെയ്യും. നമ്മൾ വറക്കാനായിട്ട് ഏത് എണ്ണയാണോ ഉപയോഗിക്കുന്നത് സെയിം എണ്ണ കുറച്ച് 1 ടീസ്പൂൺ കൂടെ ഇവിടെ ചേർക്കാം. ഞാൻ നല്ലെണ്ണയിലാണ് അച്ചാർ ഉണ്ടാക്കുന്നത്. 1 ടീസ്പൂൺ നല്ലെണ്ണയും കൂടെ ചേർത്ത് ഒന്ന് മിക്സ് ചെയ്ത് വെക്കുക. ഒരു 10 മിനിറ്റ് ഇത് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കുക. അതിനുശേഷം നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കണം. ഒരു 10 മിനിറ്റോളം റെസ്റ്റ് ചെയ്യുമായിരുന്നു. ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കണം. ഇതിലേക്ക് നല്ലെണ്ണ ചേർത്ത് വേണം ഫ്രൈ ചെയ്യാനായിട്ട്. ഈ ഒരാളിൽ നമുക്കൊരു 3/4 കപ്പോളം എണ്ണ വേണ്ട വരും. അച്ചാറ് നന്നായിട്ട് ഇരിക്കണമെങ്കിൽ, കുറച്ച് നാൾ ഇരിക്കണമെങ്കിൽ എപ്പോഴും മീൻ നന്നായിട്ട് മൂത്ത് വേണം വറക്കാനായിട്ട്. മീൻ നന്നായിട്ട് മൂത്തിട്ടുണ്ട്. ഞാൻ ഹൈ ഫ്ലെയിമിൽ തന്നെയായിരുന്നു കുക്ക് ചെയ്യുന്നത്. ഇടയ്ക്ക് നിങ്ങൾക്ക് മീഡിയം ഫ്ലെയിമിലൂടെ ഇടയ്ക്കാക്കാം, ഒരുപാട് ചൂടാൻ തോന്നുവാണെങ്കിൽ. ബാക്കിയുള്ള മീനും ഇതേപോലെ ഫ്രൈ ചെയ്തെടുക്കും. ഈ ബാച്ച് നന്നായിട്ട് മൂത്തു എടുക്കാം. അച്ചാർ ഉണ്ടാക്കാനായിട്ട് നമ്മൾ നേരത്തെ വറുത്ത എണ്ണ തന്നെയാണ്. അതൊന്ന് അരിച്ച് വേണം ഒഴിക്കാനായിട്ട്. അല്ല കുറച്ച് കഴിയുമ്പോൾ ഭയങ്കരമായിട്ട് കരി, അത് അവോയ്ഡ് ചെയ്യാനായിട്ട് ഒന്ന് അരിച്ച് ശേഷം ഒഴിക്കുക. നമ്മൾ വറുത്ത എണ്ണയ്ക്കകത്ത് ഞാൻ ഫുൾ ഉപയോഗിച്ചിട്ടില്ല. നമുക്ക് ആവശ്യത്തിനുള്ള ഇപ്പോൾ ഒരു 6 ടേബിൾ സ്പൂൺ എണ്ണ ഉണ്ടാവും, അത്ര ഉപയോഗിച്ചു. ബാക്കിയുണ്ട്, അത് മാറ്റി വെച്ചിട്ടുണ്ട്. എണ്ണ ചൂടാകുമ്പോൾ ഇതിലേക്ക് ഒരു ടീസ്പൂൺ കടുക് ചേർക്കാം. അര ടീസ്പൂൺ ഉലുവ, ഒരു ടീസ്പൂൺ നിറച്ച് വെളുത്തുള്ളി ചതച്ചത്, രണ്ട് ടീസ്പൂൺ ഇഞ്ചി ചതച്ചത്. തീ കുറച്ച് വെക്കുക. ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ചേർക്കാം. ഇനി അരിഞ്ഞ് വെച്ചേക്കുന്ന ഇഞ്ചി, ഒരു 2 ടേബിൾ സ്പൂൺ ചേർത്തിട്ടുണ്ട്. ഒരു 4 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി, 2ആയിട്ട് പിളർന്നിട്ടേ ഉള്ളൂ. ഒത്തിരി വലുതാണെങ്കിൽ 2-3 ആക്കുക, ചെറുതാണെങ്കിൽ അത് ഫുള്ളായിട്ട് തന്നെ ഇടാം. ഒരു 4 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി, ഒരു 5 പച്ചമുളക്, ഇതെല്ലാം കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. വെളുത്തുള്ളിയുടെയൊക്കെ പച്ചമണം മാറണം, അതുവരെ ഒന്ന് വഴറ്റിയെടുക്കുക. നമ്മളിതിനകത്തേക്ക് മുളക് പൊടിയൊക്കെ ചേർക്കുമ്പോൾ അത് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയൊക്കെ സെപ്പറേറ്റായിട്ട് ഒരു വിനീഗർ ചേർത്ത് മിക്സ് ചെയ്ത ശേഷം ഇതിനകത്തേക്ക് വേണം ചേർക്കാം. അല്ലെങ്കിൽ എപ്പോഴും തീ കുറച്ചിട്ട ശേഷം വേണം ചേർക്കാനായിട്ട്.
അപ്പം നല്ല വെളുത്തുള്ളിയുടെയൊക്കെ നല്ല മൂത്തൊരു മണം വരും. ഒത്തിരി നിറം മാറേണ്ട ആവശ്യമില്ല. ഈ സമയത്ത് നമുക്ക് പൊടികൾ ഇടാം. തീ കുറച്ചാണ് വെച്ചേക്കുന്നത്. ഒരു 5 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ കായം പൊടിച്ചത്, ഒരു 1/2 ടീസ്പൂൺ ഉലുവാപ്പൊടി. ഇതെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്യുക. മുളക് പൊടിയുടെയൊക്കെ പച്ചമണം മാറണം. അത് ചൂടായ എണ്ണയായിട്ട് പെട്ടെന്ന് മാറും. ഒരുപാട് നേരമായിട്ട് കുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. ഇതിലേക്ക് വിനീഗർ ചേർക്കാം. വിനാഗിരി 1/4 കപ്പ് ചേർത്തു. വിനാഗിരി ചേർത്ത ഉടനെ കുറച്ച് പഞ്ചസാരയും കൂടെ ചേർക്കും. ഷുഗർ 1/4 ടീസ്പൂൺ ചേർത്തു. ഇവിടെ നന്നായിട്ട് തിളയ്ക്കണം. ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നന്നായിട്ട് തിളപ്പിക്കുക. അച്ചാറായതുകൊണ്ട് ഉപ്പ് പ്രിസർവേഷന് വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നതും കൂടിയിട്ടാണ്. അപ്പം എപ്പോഴും ഇച്ചിരി ഉപ്പ് മുമ്പിലുണ്ടാവണം. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് ഇതിനകത്തേക്ക് മീൻ ചേർക്കാം. മീൻ ചേർത്ത് ഇച്ചിരി അരപ്പ് ലൈക്ക് ഗ്രേവി പോലെ വേണമെന്ന് തോന്നുവാണെങ്കിൽ കുറച്ച് വിനീഗറൂടെ ചേർക്കാം. വെള്ളം കഴിയുന്നതും ചേർക്കാതിരിക്കുക. ഷെൽഫ് ലൈഫ് നന്നായിട്ട് വേണമെങ്കിൽ, കുറച്ചാൾ ഇരിക്കണമെങ്കിൽ വെള്ളം ചേർക്കാതെ വേണം ചെയ്യാനായിട്ട്. ഞാൻ 3 ടീസ്പൂണോളം മൊത്തത്തിൽ ഉപ്പ് ചേർത്തിട്ടുണ്ട്. എപ്പോഴും ടെസ്റ്റ് ചെയ്യുക. ഇച്ചിരി ഉപ്പ് മുമ്പ് നിൽക്കുന്ന രീതിയിൽ വേണം ചേർക്കാൻ. ഇത് 2 ദിവസമൊക്കെ കഴിയുമ്പോഴത്തേക്ക് ഉപ്പ് നന്നായിട്ട് വലിഞ്ഞ ശേഷം നമുക്ക് ഉപ്പ് കുറവായിട്ട് തോന്നും. അതുകൊണ്ട് ഉപ്പ് നോക്കി ചേർക്കുക. ഞാൻ 1/4 കപ്പോളം വിനീഗറാണ് ഒഴിച്ചത്. കുറച്ചും കൂടെ ചേർക്കാം. കുറച്ചും കൂടെ ഒരു ഗ്രേവി കിട്ടാനായിട്ട്. തീ കുറച്ചാണ് വെച്ചേക്കുന്നത്. മീനിനകത്ത് കിടന്നൊന്ന് തിളയ്ക്കണം. ആ ഫ്ലേവറൊക്കെ മീനകത്തേക്ക് പിടിക്കാനായിട്ട് കുറച്ചൊന്ന് തിളയ്ക്കട്ടെ. ഇപ്പം മീൻ ഇട്ട ശേഷം ചെറിയ തീയിൽ നന്നായിട്ട് തിളയ്ക്കാൻ തുടങ്ങി. ഇവിടെ എണ്ണയൊക്കെ തെളിഞ്ഞു. ഈ സമയത്ത് ഓഫ് ചെയ്യാം. ഇപ്പോഴും ടേസ്റ്റ് ചെയ്ത് നോക്കുക. ഉപ്പൊക്കെ പാകത്തിന് വേണം ചേർക്കാനായിട്ട്. ഇരിക്കും തോറും ഉപ്പ് കുറയും. ഞാൻ മൊത്തത്തിലൊരു 3 to 4 ടീസ്പൂണോളം ഉപ്പ് ചേർത്തിട്ടുണ്ട്. മീൻ അച്ചാർ നമ്മൾ ചൂട് മൊത്തം ആറാനായിട്ട് മാറ്റി വെച്ചേക്കുമായിരുന്നു. ഇപ്പം ചൂട് മൊത്തം പോയി. ഇനി ഇത് ബോട്ടിലേക്ക് മാറ്റാം. നല്ല രുചിയുള്ള ഒരു മീൻ അച്ചാറിൻ്റെ റെസിപ്പിയാണ് ഇന്ന് ഞാൻ ഷെയർ ചെയ്തത്. ഈ ഒരു അളവെന്ന് പറഞ്ഞാൽ 1/2 കിലോ വെച്ചിട്ടാണ് നമ്മൾ ഉണ്ടാക്കിയത്. ഈ അളവിൽ നമുക്കൊരു 650 ഗ്രാം അച്ചാറാണ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ എപ്പോഴും അച്ചാർ ഉണ്ടാക്കുമ്പം ശ്രദ്ധിക്കേണ്ടത് എണ്ണ തെളിഞ്ഞ് നിൽക്കണം. അല്ലെങ്കിൽ എണ്ണ മേലെ ഇല്ല എങ്കിൽ അച്ചാർ പെട്ടെന്ന് കേടാവും. അതേപോലെ തന്നെ മീൻ വറക്കുമ്പോൾ നന്നായിട്ട് മൂപ്പിച്ച് വറക്കുക. അത് നമ്മൾ കുറേ നാൾ അച്ചാറിൽ കിടക്കുമ്പോഴത്തേക്ക് അത് മീൻ സോഫ്റ്റ് ആയിക്കോളും. അങ്ങനെ വറുത്തില്ലെങ്കിലും പെട്ടെന്ന് അച്ചാർ കേടാവും. അപ്പോൾ ഇങ്ങനെയുള്ള ടിപ്സുകൾ ഫോളോ ചെയ്യുക. ഇപ്പം ടേസ്റ്റ് ചെയ്യുമ്പോൾ ആ പുളിയുടെ ടേസ്റ്റ് വളരെ മുമ്പിലാണ്. അത് ഇരിക്കും തോറും 2-3 ദിവസം കഴിയുമ്പോഴത്തേക്ക് അതിൻ്റെ ഫ്ലേവർ നന്നായിട്ട് വരും. അപ്പോൾ കുറച്ച് 2-3 ആഴ്ചയൊക്കെ നമുക്ക് പുറത്ത് വെച്ച് സൂക്ഷിക്കാം. അതിൽ കൂടുതൽ വെക്കണമെങ്കിൽ ഫ്രിഡ്ജിൽ വെച്ച് സൂക്ഷിക്കുക. ട്രൈ ചെയ്യുക. എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കുക. അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ് മഹിമാസ് കുക്കിംഗ് ക്ലാസ്.